ഭാരതീയ സങ്കല്പം അനുസരിച്ച് പരമശിവന്റെ ഏറ്റവും വീര്യമേറിയ രൗദ്രവീരഭാവമാണ് ത്രിപുരാന്തകൻ. 3 അസുര നഗരങ്ങളെ ഒരൊറ്റ അമ്പുകൊണ്ട് ഭസ്മമാക്കിയതിനാലാണ് ഭഗവാന് ത്രിപുരാന്തകൻ എന്ന ഈ പേര് ലഭിച്ചത്. മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം. നമസ്കാരം. അർജുൻ സൗണ്ട്സിന്റെ ക്ഷേത്ര ദർശനത്തിൽ അതിപുരാതനമായ മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അനേകായിരം വർഷങ്ങൾക്കു മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കിഴക്കേ വെള്ളാട്ട് തറവാട്ടിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ദാഹജലം ചോദിച്ചു വന്നപ്പോൾ തറവാട്ടിലെ പ്രായമായ അമ്മ അവർക്ക് കുടിക്കുവാൻ പാൽ നൽകി. പാൽ കുടിച്ച ശേഷം ആ സ്ത്രീ വീടിന്റെ മച്ചിനുള്ളിൽ പ്രവേശിച്ച് വാതിലടച്ചു. അർദ്ധരാത്രിയിൽ ശിശുവിന്റെ കരച്ചിൽ കേട്ട് വന്നവർക്ക് തുറന്നു കിടന്ന വാതിലും കിഴക്കുമാറി പണ്ടാരത്തൊടി ചോല വരെ സ്ത്രീ നടന്ന കാൽപ്പാടുകളും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ വീടും മച്ചും നിന്നിരുന്ന സ്ഥാനമൊഴിച്ച് ബാക്കിയെല്ലാം അഗ്നിക്കിരയായി എന്നും പറയപ്പെടുന്നു. പിൽക്കാലത്ത് ഈ തറവാട്ടിലെ കാരണവരായ സ്ത്രീക്ക് ഒരു അരുളപ്പാടുണ്ടായി. ഒരു പശുവും കുട്ടിയും കിടന്ന സ്ഥാനം കാണിച്ച് പശു കിടന്ന സ്ഥാനത്ത് അമ്മയെ സങ്കല്പിച്ച് ഭഗവതി ക്ഷേത്രവും കുട്ടി കിടന്ന സ്ഥാനത്ത് ശിവസങ്കല്പത്തിൽ ശിവക്ഷേത്രവും പണികഴിച്ചു. മൂലസ്ഥാനമായ കിഴക്കേ വെള്ളാട്ട് തറവാട്ടിൽ നിന്നും ആവാഹിച്ചു കുടിയിരുത്തണമെന്ന അരുളപ്പാട് പ്രകാരം പണി കഴിപ്പിച്ചതാണ് അന്ന് നെച്ചിപ്പറമ്പത്ത് കാവ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം. പടിഞ്ഞാട്ട് ദർശനമുള്ള ത്രിപുരാന്തക ഭഗവാന്റെ സന്നിധിയാണ്. നമസ്തേ. ഞാൻ മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം മേൽശാന്തി തിരുപ്പമണ്ണമന ശ്രീകാന്ത് നമ്പൂതിരി ആണ്. ഈ അമ്പലത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ശിവന്റെ പ്രതിഷ്ഠ ശിവലിംഗമായിട്ടല്ല കണ്ണാടിബിംബ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ശിവന്റെ. അതാണ് ഏറ്റവും പ്രാധാന്യം ഈ അമ്പലത്തിൻ്റെ. പിന്നെ പടിഞ്ഞാട്ട് ദർശനം ആയിട്ടാണ് ഇവിടുത്തെ ശ്രീകോവില്. അതുകൊണ്ട് തന്നെ വളരെയധികം ശക്തി ഉള്ള പ്രതിഷ്ഠയാണെന്നാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് വരുന്നത് 1001 കുടം ധാര വിശേഷമായിട്ടുള്ള വഴിപാടാണ്. പിന്നെ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, പിന്നെ ധാര, ഇതൊക്കെ പ്രധാന വഴിപാടുകളാണ് ഇവിടുത്തെ. ആളുകൾ ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അത് വളരെയധികം ഭംഗിയായി ഫലത്തിൽ വരും. അത് അവർക്ക് സാധിച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ അമ്പലത്തിൽ നല്ല ഭക്തജന തിരക്കാണ്. വിഘ്നങ്ങൾ തീർക്കുന്ന ക്ഷേത്രത്തിനുള്ളിലെ ഗണപതി ഭഗവാന്റെ സന്നിധിയാണിത്. സർവവ്യാപിയായ ക്ഷേത്രത്തിനുള്ളിലെ മഹാവിഷ്ണുവിന്റെ സന്നിധിയാണ്. അഭിഷ്ടവരദായിനിയായ കീഴക്കാവ് ഭഗവതി കുടികൊള്ളുന്ന സന്നിധിയാണിത്. അഭിഷ്ട വരദായിനിയാണ് ഇവിടുത്തെ ഭഗവതി. നാഗസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്.
കീഴേക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം കുംഭമാസത്തിലെ പുണർദം നാളിലാണ്. മണ്ഡലം 41 താലപ്പൊലിയും ലക്ഷാർച്ചനയും പ്രധാനമാണ്. ശനിദോഷങ്ങൾ അകറ്റാനും നെയ്യഭിഷേക പ്രിയനും കർപ്പൂരപ്രിയനുമായ അയ്യപ്പസ്വാമിയുടെ സന്നിധിയാണിത്. ഇവിടെ ത്രിപുരാന്ത ക്ഷേത്രം കീഴേക്കാവ്, ഇത് അയ്യപ്പ ക്ഷേത്രമാണ്. അതായത് ഉപദേവന്മാരിൽ പെട്ടതാണ് അയ്യപ്പ ക്ഷേത്രം. ഇവിടെ രാവിലെയും വൈകുന്നേരം പൂജകളുണ്ട്. അതായത് ശനിദോഷ നിവാരണത്തിനായിട്ട് എള്ളുതിരി, കഠിനപായസം, നിരത്തല എന്നീ വഴിപാടുകൾ, നീരാഞ്ജനം എന്നീ വഴിപാടുകൾ ധാരാളം വരുന്നുണ്ട്. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ധാരാളം ഉണ്ട് ഇവിടെ. ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം മലപ്പുറം ടൗണിൽ തന്നെ മലപ്പുറം ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഇവിടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശിവനാണ്. അത് തന്നെ ത്രിപുരാന്തക ഭാവത്തിലാണ്. ത്രിപുരാന്തക ഭാവത്തിൽ പടിഞ്ഞാറോട്ടുള്ള ദർശനം എന്ന് പറയുമ്പോൾ ഉഗ്രരൂപമാണ്, സൗമ്യഭാവമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തി കൂടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഉപദേവന്മാരായിട്ട് അകത്ത് വിഷ്ണു, ഗണപതി, പിന്നെ പുറത്ത് പ്രദക്ഷിണ വഴിയോട് ചേർന്ന അയ്യപ്പനും കീഴ്ക്കാവില് ഭഗവതിയുമാണ്. അതിനോടൊപ്പം തന്നെ ബ്രഹ്മരക്ഷസത്തിന്റെ പറയുന്നുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് വരുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു A-ഗ്രേഡ് ക്ഷേത്രമാണ്. പൊതുവെ നല്ല ഭക്തജനത്തിരക്കും മലപ്പുറം ടൗണിന്റെ ഹൃദയഭാഗത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെയെല്ലാം, പിന്നെ നല്ല ഭക്തജനത്തിരക്കെല്ലാം പ്രധാന വിശേഷ ദിവസങ്ങളിലെല്ലാം അങ്ങനെ നല്ല തിരക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിന് ഒരു ഉപക്ഷേത്രമുണ്ട്, കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രം. അത് കോഴിക്കോട്, അതായത് മലപ്പുറം കോഴിക്കോട് ഹൈവേയില് മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാറി കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രവും കൂടി ഇതിന്റെ ഒരു ഉപക്ഷേത്രമായി വരുന്നുണ്ട്. പിന്നെ പ്രധാന വഴിപാടുകളായിട്ട് വരുന്നത് ശിവനാണല്ലോ. അപ്പൊ ശിവന് വിശിഷ്ട ജലധാരകളുണ്ട്. അതുപോലെ മൃത്യുഞ്ജയ ഹോമം, ഉമാമഹേശ്വര പൂജ, ഇതെല്ലാം പ്രധാന വഴിപാടുകളാണ്. പിന്നെ സ്പെഷ്യൽ വഴിപാടുകളായിട്ട് ഇവിടെ ആയില്യം പൂജ, നാഗപൂജ, അതുപോലെ അയ്യപ്പന് കാര്യസാധ്യ പുഷ്പാഞ്ജലി, ഇതെല്ലാം വരുന്നുണ്ട്. പാരമ്പര്യ ട്രസ്റ്റിയും മറ്റ് 4 ട്രസ്റ്റി ബോർഡ് മെമ്പർമാരുമാണ് ഇവിടുത്തെ ഭരണസമിതി. നമസ്കാരം. ഞങ്ങളുടെ ഈ ഒരു ത്രിപുരാന്തക ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വളരെ പുരാതനമായിട്ടുള്ള കാലഘട്ടത്തിൽ ഉള്ളൊരു അമ്പലമാണ്. ഏകദേശം 1000-ഓളം കൊല്ലങ്ങൾ, അല്ലേ, 1000-ഓളം കൊല്ലത്തിൽ അധികം പഴക്കമുള്ള അമ്പലമാണ് ഇത്. ഏകദേശം ഒരു 921 കാലഘട്ടത്തിൽ നമ്മുടെ MSP ക്യാമ്പൊക്കെ വരുന്ന കാലഘട്ടത്തിലൊക്കെ ഈ അമ്പലത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറാമ്പീന്റെ അധികാരപരിധിയിലുള്ള അമ്പലമായിരുന്നു. പിന്നെ മലബാർ പോലീസൊക്കെ ഈ അമ്പലത്തിന്റെ സ്ഥലത്താണ് വന്ന് അവർക്ക് വേണ്ടിയിട്ടൊക്കെ സ്ഥലം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഈ ട്രസ്റ്റി ബോർഡ് വന്നിട്ട് ഏകദേശം 3.5 കൊല്ലം, അല്ലെ, 3.5 വർഷമായി. ട്രസ്റ്റി ബോർഡിന്റെ കാലഘട്ടത്തിൽ നമ്മളെ കിഴേക്കാവ് അമ്പലത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു. കുറെ നമ്മളാൽ പറ്റാവുന്ന കുറെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും അമ്പലത്തിൽ ശിവരാത്രി മഹോത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവങ്ങളിൽ ഒന്നാണ് ശിവരാത്രി മഹോത്സവം. അമ്പലത്തിലെ എല്ലാ മാസത്തിലും എന്തെങ്കിലും ഒരു പരിപാടികളായിട്ട് തിരക്കേറിയ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ തൊഴുതു പോവാറുള്ള ഒരു അമ്പലമാണ്. ഇവിടുത്തെ ഉത്സവം ജനുവരി 1 മുതൽ 9 വരെയാണ് നടത്തി വരാറുള്ളത്. ത്രിപുരാന്തക ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം മിഥുന മാസത്തിലെ അനിഴം നാളിലാണ് നടക്കുന്നത്. ശിവരാത്രി, സപ്താഹം, വിനായക ചതുർത്ഥി, നവരാത്രി, അഖണ്ഡ നാമയജ്ഞം എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ.
ഈ ക്ഷേത്രത്തിലെ തന്ത്രിവര്യർ ബ്രഹ്മശ്രീ കുട്ടല്ലൂർ സുദീപ് നാരായണ നമ്പൂതിരിയാണ്. മലപ്പുറം KSRTC സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.